സാധാരണക്കാർക്ക് പട്ടയം നൽകാൻ തടസ്സമായി നിൽക്കുന്ന ഉത്തരവുകൾ പുനഃപരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്. ആലപ്പുഴയിലെ റവന്യൂ അദാലത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്നലെ ആലപ്പുഴയിൽ നടന്ന റവന്യൂ അദാലത്ത് വഴി 4.5 കോടിയോളം രൂപ വിതരണം ചെയ്തു. അതിരാവിലെ മുതൽ തന്നെ ആലപ്പുഴ EM സ്റ്റേഡിയം ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. 9 മണിയോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. 10 മണിയോടെ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പരാതികൾ കേട്ടു തുടങ്ങി. അദാലത്തിലേക്ക് മുൻകൂട്ടി സ്വീകരിച്ച 39,541 പരാതികൾ തീർപ്പാക്കി. വീട് നിർമ്മിക്കുന്നതിനും ചികിത്സയ്ക്കും മറ്റുമായി 4.53 കോടി രൂപ അദാലത്തിലൂടെ വിതരണം ചെയ്തു. ഒപ്പം ഭൂരഹിത കേരളം പദ്ധതിയിൽപ്പെടുത്തി നിരവധി പേർക്ക് സ്ഥലം നൽകാനും ഉത്തരവ് നൽകിയിട്ടുണ്ട്. റവന്യൂ അദാലത്തിൽ പുതുതായി ലഭിച്ച പരാതികളിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് നിയമക്കുരുക്കിൽപ്പെട്ട് പട്ടയം ലഭിക്കാത്തവർക്ക് അവ ലഭ്യമാക്കുകയാണ് UDF സർക്കാരിന്റെ അടുത്ത ദൗത്യം. 30-40 വർഷമായി താമസിക്കുന്ന സ്ഥലത്തിന് പട്ടയം ലഭ്യമാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ്. ഇതിനായി പട്ടയമേളകൾ നടത്തുമെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. രാവിലെ 9-ന് ആരംഭിച്ച റവന്യൂ സർവേ അദാലത്ത് രാത്രി 9 മണിയോടെയാണ് സമാപിച്ചത്. റിപ്പോർട്ടർ, ആലപ്പുഴ.